ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യുന്നത്? റെപ്പോസോ ക്ലൗഡിലാണെങ്കിൽ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്? ഗ്ലോറോഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെപ്പോസോ ക്ലൗഡ് ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാക്കിംഗ് ഐ ഡിയും അതുപോലെ ഫുൾഫിൽമെൻറ്റും കാര്യങ്ങളും എല്ലാവരും നോക്കിക്കോളും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പം ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗ്ലോറോഡിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളെല്ലാം ട്രാക്കിംഗ് ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അതിൽ പേസ്റ്റ് ചെയ്തിട്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറൊക്കെ റെപ്പോസോ ക്ലൗഡിൽ നിന്ന് വന്ന ഓർഡറാണ്. ഓക്കെ, അപ്പോൾ റെപ്പോസോ ക്ലൗഡിൽ നിന്ന് വന്നതായതുകൊണ്ട് ഞാൻ ഇവിടെ ഫുൾഫില്ലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ റെപ്പോസോ ക്ലൗഡിൽ നിന്ന് വന്നതായതുകൊണ്ട് ഞാൻ ഇതിൽ ഫുൾഫില്ലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഡെലിവറി എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി കൊറിയർ സർവീസും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ആയിട്ടുണ്ട്. നമ്മൾ കളക്ട് പേയ്മെൻറ്റിൽ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ആയതിനു ശേഷം ഡെലിവർ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാർക്കസ് പെയ്ഡ് കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് റെപ്പോസോ ക്ലൗഡിലാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ആയിക്കോളും. നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും മാത്രം റെപ്പോസോ ക്ലൗഡിൽ ആഡ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഡെലിവറി ആയതിനു ശേഷം റിട്ടേൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്യാഷ് നെക്സ്റ്റ് ഫ്രൈഡേ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അഥവാ ഇനി ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ബാങ്കിലോട്ടായിരിക്കും ഡയറക്റ്റ് എമൗണ്ട് വരുന്നത്. നമ്മൾ വേണം റെപ്പോസോ ക്ലൗഡിൽ പേ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ റെപ്പോസോ ക്ലൗഡിലോട്ട് കയറുന്നുണ്ട്. റെപ്പോസോ ക്ലൗഡിൽ മാനേജ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ വരും സൈഡിൽ. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ COD പ്രീപെയ്ഡ് എന്ന് കിടക്കും. പ്രീപെയ്ഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ, ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡർ വന്ന് കിടക്കും. ഇതിൽ ഈ ഒരു സൈഡിലായിട്ട് പേ എന്ന് പറഞ്ഞാൽ പേ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വന്ന് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ UPI വഴിയോ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേമിലേക്ക് പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പഴയതുപോലെ നടന്നോളും. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോറോഡാണ്. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ഓർഡർ കാണിച്ചു തരാം. ഗ്ലോറോഡിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾഫിൽ ആവത്തില്ല. നമ്മളാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഫുൾഫിൽ ആവാത്തൊരു ഓർഡറാണ്. ഓർഡർ ഇതായിട്ടുണ്ട്, ഓർഡർ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഒരാൾ ഓർഡർ എടുക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ എനിക്ക് ഡെലിവർ ആയിട്ടില്ലെങ്കിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു റിട്ടേൺ ദിസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ഐ ഡി എന്നൊക്കെ ഒരു ഇത് വരും. ട്രാക്കിംഗ് ഐ ഡി അല്ലെങ്കിൽ AWB എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇവിടെ കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു ഈ കൊറിയർ സർവീസിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് കൊറിയർ സർവീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രാക്കിംഗ് ഐ ഡി കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫുൾഫിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ട്രാക്കിംഗ് ഐ ഡി എത്രയാണ് ട്രാക്കിംഗ് ഐ ഡി അതായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്താ ഇക്കോം എക്സ്പ്രസ് ആണോ എത്രയാണോ അത് കൊടുക്കുക. അതിനായിട്ട് സെൻഡ് ദിസ് ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസ് ടു കസ്റ്റമറിനാവ് കൊടുത്തിട്ട് ഫുൾഫിൽ ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ആവും. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്ലോറോഡിലും അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളിത് അവിടെ പെൻഡിങ് പ്രീപെയ്ഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരിടത്ത് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ആ ഒരു ഓർഡറും കാണും, അതിൻ്റെ കൂടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷനും കാണും. അപ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ UPI അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് പേ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക. COD ഓർഡേഴ്സ് ആണെങ്കിൽ പെൻഡിങ് CODയിൽ വന്നിടക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഈ ഗ്ലോറോഡിൽ എല്ലാ ഓർഡറും കൺഫേം ചെയ്യേണ്ടി വരും. റെപ്പോസോ ക്ലൗഡിലാണെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ പേയ്മെൻറ്റിന് മാത്രം നിങ്ങൾ ഈ പെൻഡിങ്ങിൽ പോയിട്ട് പ്രീപെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുക. ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, എനിക്ക് കോളേജിലെ കുറച്ച് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ പേർക്കൊന്നും റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ല. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.